നമസ്കാരം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മുണ്ടക്കയം ടൗണിലിരിക്കുന്ന ഒരു വീടാണ്. വീട് വരുന്നത് 3600 സ്ക്വയർ ഫീറ്റ്, സ്ഥലം വരുന്നത് 28 സെൻറ്റാണ്. നമുക്ക് വീട്ടിലേക്ക് കയറി നോക്കാം. വരാന്തയിൽ കാണുന്ന പാനലിങ് മുഴുവൻ തേക്കിൻ്റെയാണ്. ഡോറും വിൻഡോസും എല്ലാം തേക്കിൻ്റെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറി ചെന്നിരിക്കുന്നത് ഫോമൽ ലിവിങ്ങിലേക്കാണ്. ഫോമൽ ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫർണിച്ചർ ഫുള്ള് ഈട്ടിയുടെ ഫർണിച്ചറുകളാണ്. ഇനി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വോൾ വർക്കുകൾ ഫുള്ള് തേക്കും തടിയും വെച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ കയറി ചെല്ലുന്നത് നമ്മുടെ ഓഫീസ് റൂമാണ്. നമ്മുടെ ഫോമൽ ലിവിങ്ങും ഓഫീസ് റൂമും മുൻവശത്ത് ഗസ്റ്റിൽ നിന്ന് ഫാമിലിക്ക് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്റ്റെയർ യൂണിറ്റ് ആണ്. സ്റ്റെയർ യൂണിറ്റ് ഫുള്ള് ഈ കാണുന്നത് മുഴുവനും തേക്കും തടിയും വെച്ചിട്ടുള്ള ഡിസൈൻസും തേക്കും തടിയും വെച്ചിട്ടുള്ള ഫർണിച്ചേഴ്സുമാണ്. പിന്നെ നടുക്കൊരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. കോർട്ട്യാർഡ് മുഴുവനും ഡെവലപ്പ് ചെയ്തിട്ടില്ല, നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. മുകളിലൊരു സ്കൈ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇനി വിൻഡോസ് ഫുള്ള് ക്ലോസ്ഡ് ആണെങ്കിലും നമുക്ക് വെന്റിലേഷൻ അല്ലെങ്കിൽ ലൈറ്റിങ് ഈസിലി ആക്സസിബിൾ ആണ് വീട്ടിലേക്ക്. ഈ കാണുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് ആണ്. നമ്മൾ ഈ കയറി ചെല്ലുന്ന ഭാഗം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. എല്ലാ ബെഡ്റൂംസിലും ഇൻക്ലൂഡിങ് ദ മാസ്റ്റർ ബെഡ്റൂം എല്ലായിടത്തും വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ലോക്കർ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു ഡ്രസ്സിങ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ അവിടെ മുഴുവനും വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2x2 വരുന്ന ഒരു വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഷ്റൂമും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീട് മുഴുവൻ ചുടുകട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലോക്കർ റൂം വരുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് റൂമാണ്. ഫർണിച്ചർ ഫുള്ള് ഈട്ടിയാണ് കേട്ടോ. ഇവിടെ കാണുന്ന വിൻഡോസ് മുഴുവൻ തേക്കും തടി വെച്ചിട്ടുള്ളതാണ്. നമ്മളൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് ഏരിയ നമുക്ക് കോമൺ വാഷ്റൂമായിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർ സെക്യൂരിറ്റി റീസൺസ് ഇപ്പം നമ്മളവിടെ വാഷ് ഏരിയ വെച്ചിരിക്കുന്നതാണ്. ഇപ്പം കയറി ചെല്ലുന്നത് ഒരു മോഡേൺ കിച്ചണാണ്. ഫുൾ വാർഡ്രോബ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻബിൽറ്റ് സ്റ്റൗവ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമും നമ്മുടെ മോഡേൺ കിച്ചണും തമ്മിലുള്ള വോളിൻ്റെ മുകളിൽ ഒരു ബീം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിനാൽ നമുക്കത് വേണമെങ്കിൽ ഒരു ഓപ്പൺ കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം കയറി ചെല്ലാൻ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. ഡേർട്ടി കിച്ചൻ്റെ അകത്ത് നമുക്കൊരു സ്മോക്ക്ലെസ് ചിമ്മിനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മളൊരു സ്റ്റോർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെയും വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മുകളിൽ ലോണ്ടറി സ്പേസിനും വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. തേക്കിൻ്റെ അലമാരി കാര്യങ്ങളെല്ലാം ആണ്. വാർഡ്രോബും തേക്കിൻ്റെ തന്നെയാണ്. ഈ കാണുന്നത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗസ്റ്റ് ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിനടുത്ത് തന്നെ ഹോട്ടൽ വഴിയോരം, ബേക്കറി, നന്ദില ചിച്ചിമാട്ട്, റിലയൻസ് ട്രെൻഡ്സ്, കോനാട്ട്, ജിംനേഷ്യം എല്ലാം ഉണ്ട്. പറഞ്ഞവയെല്ലാം വരുന്നത് ഒരു 100 മീറ്റർ ചുറ്റളവിലാണ്. പിന്നെ പള്ളി, അമ്പലം, മുസ്ലിം, ഇത് കുറേ ചിക്കു മരം, അതോടൊപ്പം തന്നെ അനാറ്. വീടിന്റെ വിസ്താരം വരുന്നത് 3600 സ്ക്വയർ ഫീറ്റ് അലക്കുന്ന ഏരിയ ആണ്. അതൊരു സ്മോക്ക്ലെസ്, നമുക്ക് 28 സെന്റാണ് സ്ഥലം. ഷീറ്റോളം അതിൻ്റെ അകത്ത് ഉണക്കാൻ പറ്റും. കയറി പോകുന്നത് സ്റ്റെയർ യൂണിറ്റ് ആണ്. നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന തടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിംഗ്, സൈഡിലെ പാനലിങ്ങും എല്ലാം തന്നെ. മുകളിൽ കൊടുത്തിരിക്കുന്ന സ്കൈ ഓപ്പണിംഗ് കണ്ടോ. എടുത്തു പറയേണ്ട കാര്യം, വീട് കോളം ബീം ഡിസൈൻ ആണ് ഫുള്ള്. പിന്നെ ചുടുകട്ട വെച്ചിട്ടാണ് വീട് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വാളിറ്റി ചുടുകട്ട വെച്ചിട്ടാണ് മതിൽ ഫുള്ള് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ജനലും ഡോസും എല്ലാം തേക്കും തടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ അപ്പർ ലോഞ്ച്. അയണിങ് ഏരിയ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ തേർഡ് ബെഡ്റൂം. ബെഡ്റൂമിനോട് ചേർന്നിട്ട് നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബും ഉണ്ട്. ഒരു വലിയ ലെങ്ത് കൂടിയ നമുക്കൊരു വലിയ ബാത്റൂമും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടുത്തെ കിണറ്റിലെ വെള്ളം ഏത് വേനൽക്കും വറ്റാത്ത വെള്ളമാണ്. നാഷണൽ ഹൈവേ 183, അതായത് മെയിൻ റോഡ് തൊട്ട് വീട് വരെ 75 മീറ്റർ മാത്രമേ ഉള്ളൂ. ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന 13.5 അടിയുടെ റോഡാണ്. നമ്മുടെ സിറ്റ് ഔട്ട് നമ്പർ 1 ഔട്ട് ഓഫ് 3 ആണിത്. ഇത് ക്യാൻഡിലിവർ സിറ്റ് ഔട്ടാണ്.
നമുക്കിവിടെ ഇരുന്നാൽ താഴത്തെ തോട് കാര്യങ്ങൾ പ്രകൃതിയെല്ലാം എൻജോയ് ചെയ്യാം. ഇത് നമ്മുടെ ലോണ്ട്രി യൂണിറ്റാണ്. ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിൽ നമുക്ക് ആക്റ്റീവ് സ്പേസ് ഉണ്ട്. ലൈറ്റ്നിങ് അറസ്റ്റർ, സോളാർ പാനൽ, സോളാർ വാട്ടർ ഹീറ്റർ എല്ലാം ഈ വീടിനുണ്ട്. മുണ്ടക്കയം സെൻട്രലിൽ ഇരിക്കുന്നതായതുകൊണ്ട് തന്നെ നോ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ആണ് ഈ പ്രോപ്പർട്ടി. അപ്പർ ലോഞ്ചിൽ കൂടെ പോയി ചെല്ലുന്നത് നമ്മുടെ 4th ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാൽക്കണിയാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഡ്രസ്സിംഗ് യൂണിറ്റും ഉണ്ട്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ബാത്റൂമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് മുസ്ലിം പള്ളി, അമ്പലം എല്ലാം ഒരു 300 മീറ്റർ അകത്തുണ്ട്. ഈ വരുന്നത് ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കുറേ ഗ്രീനറീസ് കാണാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ടൗണ്, മെയിൻ റോഡ് എല്ലാം കാണാവുന്നതാണ്. ഈ പ്രോപ്പർട്ടി തൊട്ട് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് വരെ വെറും 600 മീറ്റർ മാത്രമേ ഉള്ളൂ. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ വെറും 75 മീറ്റർ മാത്രമേ ഉള്ളൂ. മുണ്ടക്കയം പോസ്റ്റ് ഓഫീസ് വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് 80 മീറ്റർ മാത്രം മാറിയിട്ടാണ്. വീട്ടിൽ നിന്ന് നാഷണൽ ഹൈവേ 183 നമുക്ക് വെറും 75 മീറ്റർ മാത്രമേ ഉള്ളൂ. ടൗണിൽ തന്നെ ആണെങ്കിലും ടൗണിൻ്റെ യാതൊരു ഡിസ്റ്റർബൻസും ഫീൽ ചെയ്യത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. നോ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ആണ് ഈ പ്രോപ്പർട്ടി. ഈ വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലെ അടുത്ത ബാൽക്കണിയാണ്. ശരിക്കും പറഞ്ഞാൽ ബാൽക്കണി കം ഓപ്പൺ ടെറസ് ആണ്. റൈറ്റ് സൈഡിൽ നമുക്കൊരു ബെഡ്റൂമും കൂടെ അഡീഷണൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ ഗ്യാരേജ് ആണ്. കൂടാതെ ഇതിൻ്റെ ചുറ്റുമുള്ള ബാക്കി മരങ്ങളെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫുള്ള് പ്രകൃതിയോട് ചേർന്നിരിക്കുന്നൊരു വീട് തന്നെയാണിത്. ടൗണിൽ തന്നെ ആണെങ്കിലും ട്രഡീഷണൽ ആണെങ്കിലും മോഡേൺ ആണെങ്കിലും നമുക്കൊരു ഹാപ്പി ഫീൽ കിട്ടുന്ന ഒരു വീട് തന്നെയാണിത്. വീട് വരുന്നത് 28 സെൻറ്റാണ്. ഫുൾ ഇൻ്റർലോക്ക് ചെയ്ത വീടാണ്. ഇത് നമുക്കൊരു 2 ഗ്യാരേജ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പണി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കയറ്റിയിടാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇനോവ തൊട്ട് അങ്ങനത്തെ വലിയ വണ്ടികൾ ഇടാൻ പറ്റുന്ന ഗ്യാരേജാണ്. ഇവിടെ ഒരു ഗാർഡൻ സ്പേസ് ആണ് അവിടെ ഇപ്പം പ്രൊവൈഡ് ചെയ്തിട്ടില്ല അവർ. മാത്രമല്ല നമ്മുടെ വീടിന് ചുറ്റുമുള്ള മതിൽ മുഴുവൻ 10 അടി to 6.5 ഫീറ്റോളം ടോൾ വരുന്നതാണ്. നമ്മുടെ ഫ്രണ്ട് ഗേറ്റും ബാക്ക് ഗേറ്റും വരുന്നത് 10 ഫീറ്റിന് മുകളിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി കള്ളന്മാരുടെ ശല്യങ്ങളൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഹൈ സെക്യൂരിറ്റി ആയിട്ടാണ് വീട് പണിതിരിക്കുന്നത്. നമുക്കുള്ള കിണർ ഈ താഴെ കാണുന്നതാണ്. അവിടെ മരങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരിക്കലും വറ്റാത്ത കിണറാണ്. ധാരാളം തെങ്ങുകളും റംബൂട്ടാൻ, അതോടൊപ്പം തന്നെ പേര, പ്ലാവ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വീട് തന്നെയാണ്. വീടിൻ്റെ ബലഭാഗവും ബാക്കി ഡീറ്റെയിൽസിനുമായിട്ട് നമ്മളെ വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മൾ നേരെ ചെന്ന് കാണുന്നത് നമ്മുടെ പട്ടിക്കൂടാണ്. 2 പട്ടി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പട്ടിക്കൂട് തന്നെയാണ്. കറക്റ്റ് പൊസിഷനിലാണ് പട്ടിക്കൂടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവർ. നമ്മുടെ അതിര് വരുന്നത് ഈ താഴെയാണ്. 22 അടി കെട്ട് പൊക്കി പൈലിംഗ് ഒക്കെ ചെയ്ത് 100% സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു വീടാണിത്. നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us എനി ടൈം. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഡബിൾ കാർ പാർക്കിംഗ് ഏരിയ നമ്മളിവിടെ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലോങ്. ടേക്ക് കെയർ. ബൈ.